വ്യൂവേഴ്സ് എല്ലാവർക്കും മാസ്റ്റർ പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം തമ്മിലേൽ കണ്ടെത്തിട്ട് കൊല്ലി പിടിച്ച് വലിക്കുന്നൊക്കെ കാണാം, പക്ഷെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. സംബന്ധം എന്ന് വെച്ചാൽ ചുമ്മാ നമ്മളൊരു ക്രിയേഷന് വേണ്ടി ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വാട്സ് ഇൻസൈഡിന്റെ മറ്റൊരു പ്രോഗ്രാമാണ്. വാട്സ് ഇൻസൈഡ് എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. പലതും നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള നോക്കുന്ന സംഭവം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് 3 കിലോ ഭാരമുള്ള എന്താ ജിംനേഷ്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ എക്സസൈസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ ബോൾ. 3 കിലോ 1 കിലോ 5 കിലോ അങ്ങനെ പല രീതിയിലും ഉണ്ടാവും. അപ്പൊ ഈ പന്ത് കണ്ടിട്ട് വണ്ടി പോയിട്ട് ആരും തട്ടാൻ നിൽക്കണ്ട കേട്ടോ, കാല് പോയി പോകുക, കാരണം ഭയങ്കര വെയിറ്റ് ആണ്, 3 കിലോ ഉണ്ട്. അതെ, അപ്പൊ ഈ ഒരു ബോളിന്റെ ഉള്ളിൽ എന്താണ് സംഭവം, എന്താണ് ഈ കിലോക്കുള്ള മാറ്റങ്ങൾ വരാൻ കാരണം? ഇതിനുള്ളിൽ വല്ല ഇരുമ്പ് കട്ടയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവമാണോ? സാധാ ബോളിൽ കാറ്റ് നിറക്കണ പോലെ കാറ്റ് നിറച്ചിട്ട് അത് വെക്കണേ. അടിയിലിട്ട് കഴിഞ്ഞാൽ തന്നെ ഇതേപോലെ നമുക്ക് അതിപ്പോ താഴേക്ക് പോയിണെങ്കിൽ ആരെങ്കിലും ഒരാൾ അത്രയും ഇതാട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5 കിലോ 8 കിലോ അങ്ങനെ പല കിലോകളും ഉണ്ട്, 1 കിലോ മുതലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനുള്ള വെയിറ്റിന് എന്താ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ റബ്ബറിന്റെ ഒരു മെറ്റീരിയലാണ് മുകളിൽ കാണുന്ന അറിയാം. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വാട്സ് ഇൻസൈഡ് എന്താണ് ഇതിനെന്നുള്ള നോക്കാൻ പോവുകയാണ്. ഒരു 1500 രൂപ വില വരുന്ന സംഭവമാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. കിട്ടില്ല ഇതേപോലെയുള്ള പല വെറൈറ്റി വീഡിയോകളും നമ്മുടെ ഈ ഒരു ചാനൽ വരുന്ന അല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാണ്ടോ അതിൽ എനിക്ക്? ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ഇതാണ്, ഇതുകൊണ്ടാണ് എല്ലാവരും നല്ല ഇതുകൾ ഉണ്ടാക്കുന്നത്. ഈ ഇത് ഇവിടെ വെച്ചാൽ നല്ലൊരു കാര്യമാണ്. അതായത് ഇത് സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ 3 കിലോയുടെ ബോളാട്ടോ. അപ്പൊ ഇതേപോലെ 1 കിലോന്റെ ഒക്കെ ഉണ്ട്, അതേപോലെ തന്നെ 5 കിലോന്റെ ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറയാ, ഇതിമേ തന്നെ ഒരു 2 ഹാൻഡ്, അതായത് ഒരുപാട് എക്സസൈസുകൾ ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് അറിയണത് തന്നെ ആയിരിക്കും, ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ ഇതിനുള്ള ഇത്രത്തോളം കനം ഉണ്ടാകാൻ കാരണം ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ കാറ്റിറക്കുന്ന ഒരു സ്ഥലം ഉള്ളത്. ഇതിൽ കാറ്റടിച്ചിട്ടാണ് ഇത് വീർപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നുന്നില്ല എത്രയും വെയിറ്റ് ഉണ്ടെന്ന്. അപ്പൊ എന്താണ് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കട്ടർ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. കത്തി ഉപയോഗിച്ചിട്ടൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്. ഇതിനുള്ളിലുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇത് കാൽമേൽ വീണ് കഴിഞ്ഞാൽ തന്നെ അറിയാത്തവർക്കായിട്ട് പറയാന്നുള്ളൂ കേട്ടോ. പൊട്ടോ കാറ്റയോ ഇല്ല, വേറെ ഒന്നും കിട്ടോ. മുറിഞ്ഞോ? അല്ല ഓഫ് ആട്ടെ. ആഹാ ഓഫോടെ ഗൈസ്, മറ്റൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ട് ഭൂതല്ല, നോക്കിയാ എന്റെ കയ്യിന്റെ പോലെ നോക്കിയാ സംഭവത്തിൽ റബ്ബർ കൈയായി മാറിയിട്ടുണ്ട്. അത് മാത്രമേ ഇത് പൊളിച്ചുമ്പോ പുകയൊക്കെ വരുന്നു. ഇവിടെ പോയോ വരുന്നുണ്ട്. എവിടെ കട്ടാത്തുണ്ടോ? എവിടെ കട്ടാത്ത്? ഓക്കെ ഗൈസ്, സംഭവത്തില് ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ല ഗൈസ്. അതായത് ഒരു ബ്ലാഡർ മാത്രം കട്ടിയിൽ ഉണ്ടാക്കിയാണ്ട് വെച്ച പോലെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു വാൽ ട്യൂബ് പറഞ്ഞ സാധനം അവിടെ, അതേപോലെ ഇത് റബ്ബറിന്റെ കനം ഇങ്ങനെ വരുന്നില്ലേ. ഞാൻ എന്തായാലും കയ്യൊന്നും ഏകദേശം നമ്മൾ ഇതിന്റെ ഒരു റബ്ബറിന്റെ, അതായത് നമ്മൾ ബ്ലാഡർ ഉണ്ടല്ലോ, അതായത് ട്യൂബ് എന്നൊക്കെ പറയുന്ന ബോളിന്റെ ഉള്ളിലുള്ള ട്യൂബ്, അതിന്റെ കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മില്ലിമീറ്റർ, ഒരു ചെറുതേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതേപോലെ അതിന്റെ ഒരു 10-15 ഇരട്ടി, അതായത് ഒരു 1-1.5 സെന്റിമീറ്റർ കട്ടിയിലുള്ള ഒരു വലിയൊരു ബോൾ, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു 2 പാർട്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒരു ബ്ലാക്ക് കളറിലാണ് ഇവിടെ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗം വരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് കളറാണ്, പിന്നെ എൻ്റെ ഏറ്റവും ഉള്ളിൽ ഒരു ബ്ലാക്ക് കളറാണുള്ളത്. പിന്നെ ഈ ഒരു ബാൽ ട്യൂബ് മാത്രമേ ഉള്ളൂ, ഈ കാണുന്നത് തന്നെയാണ്. അപ്പൊ ഈ കാണുന്ന രീതിയിൽ ഇതാ ഇത്രയും കട്ടിയിലായിട്ടുള്ളത്, ഇതായത് ഏകദേശം ഒരു 1-1.5 സെന്റിമീറ്റർ അല്ലേ, 1.5 സെന്റിമീറ്ററോളം കട്ടിയിലുള്ള ഒരു എന്താ ബോൾ ആണ്. എത്ര സെന്റിമീറ്റർ ഉണ്ട്? 1.5 അല്ല, ഞാൻ കുറച്ചിന് ഒരു 1.25 സെന്റിമീറ്റർ കട്ടിയിലുള്ള ഒരു 1.5 സെന്റിമീറ്റർ ഉറപ്പിച്ച പോലെ
1.25. 1.25 ആണോ 1.5 ആണോ എന്നൊക്കെ നോക്കാം. 1.5 ഞാൻ പറഞ്ഞേ. ഈ 1.5 പറഞ്ഞ 2 സെന്റിമീറ്ററിന്റെ അടുത്തുണ്ട്. 1.25 സെന്റിമീറ്റർ ഉണ്ട്. ഇല്ല ഈ ഭാഗത്ത് കുറവ്. ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ 1.5 സെന്റിമീറ്റർ അപ്പൊ 1.5 അങ്ങനെ രീതിയിലുള്ള ഒരു ഇതാണുള്ളത്. അപ്പം ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് കാണിച്ചു തരാം. ഇതൊരു 1.5 കിലോ, ഇതൊരു 1.5 കിലോ, അങ്ങനെ 3 കിലോയുടെ ഒരു ബോൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവത്തിൽ. നിങ്ങൾക്ക് മനസ്സിലായിക്കോടെന്ന് വിചാരിക്കുന്നുണ്ട്. വാട്സിൻസ് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇത് പൊട്ടിക്കുന്ന സമയത്ത് എന്താ വിചാരിച്ചറിയാതില്ല, ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും വെയിറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബോൾ ഒരേപോലെ തന്നെ ഉണ്ടാവുക, ബാക്കിയുള്ളത് വെയിറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതിന്. ഈ ഒരു അല്ലെങ്കിൽ ഇതിനുള്ളിൽ ഒരു ട്യൂബ് ഉണ്ടാവും, ആ ട്യൂബിലാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇതന്നെ ഇതിപ്പോ ഒരു എന്താ 2 കിലോന്റെ ബോൾ ആണെങ്കിൽ അതിൽ 1 കിലോന്റെ ഒരു കട്ട. ട്യൂബ്ലെസ് ടയറിന്റെ അതേ രൂപത്തിൽ അല്ലേ? ട്യൂബ് ഇല്ല, നേരിട്ട് നമ്മുടെ ഈ ഒരു എന്തായാലും പറയാ ബ്ലാഡർ 2-3 ഇതായിട്ട് കേട്ടോ. അതായത് ഗ്രിപ്പുള്ള ഭാഗം കറുപ്പ് കളറിൽ, പിന്നെ ഒരു വൈറ്റ് കളർ, പിന്നെ ഒരു ബ്ലാക്ക് കളർ, അങ്ങനെയുള്ളത്. അപ്പൊ ഈ സംഭവത്തിൽ ഇനിയിപ്പോ എന്തിനാ പറ്റുമെന്ന് അറിയോ? അത് ഇതേപോലെ പിടിച്ചിട്ട് ഹെൽമെറ്റ് ആക്കിയിട്ട് വെക്കാം. ഹെൽമെറ്റ് ആക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കാലുള്ള ഹെൽമെറ്റ് ഒക്കെ ഇട്ടാ ഈ പെരട്ടിയൊക്കെ 2 കൊല്ലം ഇങ്ങനെ പോകേണ്ടി വരും. നമുക്ക് ഇതിട്ടിട്ടൊന്ന് പ്രാങ്ക് ചെയ്ത് നോക്കല്ലേ പോലീസിനെ? ഇതിട്ടിട്ട് അങ്ങാടി കൂടെ പോവാ, പൊളിക്കും. വണ്ടിന്റെ അടിച്ച തല കുത്തിട്ട് ഞാൻ ഹെൽമെറ്റിന്റെ കൈസ് പറഞ്ഞിട്ട് പറയല്ലോ അല്ലേ? സംഭവത്തിൽ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇതിനുള്ളിൽ എന്താണെന്നാലും നിങ്ങൾക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ഇതിനുള്ളിൽ എന്താണെന്നുള്ളത് കാണാനല്ലേ? എന്തായാലും നമ്മൾ നിങ്ങൾക്കായിട്ട് കട്ട് ചെയ്തെന്ന് മാത്രം വിചാരിക്കുക. അപ്പോൾ നമ്മുടെ മെഡിസിൻ ബോൾ, ഈ മെഡിസിൻ ബോൾ ഉപയോഗിച്ചിട്ട് കുറേ ആളുകൾ പലരും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരായിരിക്കും. ജിംനേഷ്യത്തിനും അല്ലാത്തവരും വീട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ പറയുക, നമുക്ക് ആരോഗ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ മാസ്റ്റർ പീസ് മാസ്റ്റർ നല്ല വേറെ കാര്യം, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. വേറെ സ്മെല്ല്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഉദ്ദേശിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുമെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഇനി തമ്മിലേൽ സെറ്റ് ചെയ്യണം. എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാം? അല്ല, ഞാൻ ഒരു കാര്യം പറയാം. പഞ്ചിന് വേണ്ടി ഇതിന്റെ കോളർ പിടിച്ച് വലിക്കാം കേട്ടോ. കോളർ പിടിച്ച് വലിക്കാം, ഇവിടെ പിടിച്ച് വലിക്കാം, എന്നിട്ട് അടിക്കണ മാതിരി നിർത്താം. ഓക്കെ, ഇതുണ്ടോ? അതുകൊണ്ട് തലക്കുത്തുന്ന പോലെ അങ്ങനെ കൊല്ലി കുടിച്ച ആർക്കായാലും ഉണ്ടല്ലോ, ചിരിയലുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഡോർ അടിച്ചു. ഓക്കെ.